വെൽക്കം ടു NCERT പ്ലസ് 1 പ്ലസ് 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യുകയായിരുന്നു സയന്റിഫിക് ഗ്യാസസിനെ. അപ്പം വിൽ കണ്ടിന്യൂ ദാറ്റ്. നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഓക്കെ, ഈ പ്രോബ്ലം വരെയാണെങ്കിൽ അപ്പം നമുക്ക് ഇനി ഈ പ്രോബ്ലം നോക്കാം. ഓക്കെ, സോ എസ്റ്റിമേറ്റ് ദ average thermal energy of helium atom. Helium atomത്തിന്റെ average thermal energy കണ്ടുപിടിക്കണം. At room temperature, the temperature on the surface of sun, അത് എത്രയൊക്കെയാണ് തന്നിട്ടുണ്ട്. Temperature of 10 million Kelvin, the typical core temperature in case of star. അപ്പൊ നമുക്കറിയാം average thermal energy equation. Average thermal energy, ഗ്യാസിന്റെ ആവറേജ് thermal energy ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഇസ് 3/2 kBT. ഓക്കെ, ഒരു സിംഗിൾ ആറ്റം ആവുമ്പോൾ ദാറ്റ് ഇസ് ആവറേജ് thermal energy ഓഫ് എ ഹീലിയം ആറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം E/N ഇസ് 3/2 kBT. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, അത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 27 പ്ലസ് 273, ദാറ്റ് ഇസ് 300 കെൽവിൻ. അപ്പൊ ഈ സമയത്തെ ആവറേജ് thermal എനർജി ഓഫ് ഹീലിയം ആറ്റം എന്ന് പറയുന്നത് 3/2 ഇൻറ്റു കെ ബിയുടെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു ഇവിടെ 300 കൊടുത്താൽ മതി. സോ ഇത് 6.21 6.21 into 10⁻⁻21 joules എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ ടെമ്പറേച്ചർ ഇൻ ദ സർഫസ് ഓഫ് സൺ 6000 കെൽവിൻ, ദ സർഫസ് ഓഫ് ദ സണ്ണില്. അപ്പം 6000 കെൽവിൻ തന്നെയാണ് അവിടെ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത്. സോ ആവറേജ് എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കൺവേർഷൻ ഒന്നും വേണ്ട. സോ 3/2 ഇൻറ്റു 1.38 കെ ബിയുടെ വാല്യൂ, ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻറ്റു 6000. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 1.24 ഇൻറ്റു 10⁻⁻19 ജൂൾസ് വരും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ ഓഫ് 10 മില്യൺ കെൽവിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 10 മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻6. സോ 10 ഇൻറ്റു 10⁻6 കെൽവിൻ ചോദിച്ചിരിക്കുന്നത്. സോ ആവറേജ് എനർജി വീണ്ടും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/2 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു 10 ഇൻറ്റു 10⁻6. സോ 2.07 ഇൻറ്റു 10⁻⁻16 joules. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 3 vessels of equal capacity have gases at the same temperature and pressure. 3 വെസൽസ് ഉണ്ട്. ആ 3 വെസൽസിന്റെ കപ്പാസിറ്റി സെയിം ആണ്, ഒരേ വോളിയം ആണ്. ഹാവ് ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിന്റെ ഇടയിൽ അകത്ത് ഗ്യാസസ് ഉണ്ട്, അത് ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ആണ് ഇരിക്കുന്നത്. ഫസ്റ്റ് വെസൽ കണ്ടെയ്ൻസ് നിയോൺ. ആദ്യത്തെ വെസലിന്റെ അകത്തുള്ള നിയോൺ ആണ്. നിയോൺ മോണോആറ്റമിക് ആണ്. സെക്കൻഡ് ആറ്റം കണ്ടെയ്ൻസ് ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഡയാറ്റമിക് ഗ്യാസ് ആണ്. ആൻഡ് തേർഡ് കണ്ടെയ്ൻസ് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്. മൂന്നാമത്തെ അകത്തുള്ള യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, അത് പോളിയാറ്റമിക് ആണ്. ടു ദ വെസൽസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ്. അതിന്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കുമോ ഈ 3 വെസൽസിന്റെ അകത്തും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഇസ് ദ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് ദ മോളിക്യൂൾസ് സെയിം ഇൻ ദ 3 കേസസ്. 3 വെസൽസിന്റെയും ഗ്യാസസിന്റെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് സെയിം ആയിരിക്കുമോ? ഇഫ് നോട്ട്, ഇൻ വിച്ച് കേസസ് VRMS ദ ലാർജസ്റ്റ്. ഇനി അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, ദാറ്റ് ഇസ് VRMS, വി സബ്സ്ക്രിപ്റ്റ് RMS. ഓക്കെ, അത് ഏതിനായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ ഏതിനായിരിക്കും കൂടുതലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡു ദ വെസൽസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് റെസ്പെക്റ്റീവ് മോളിക്യൂൾസ്. അപ്പൊ നമുക്കത് ഒരേ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം അവോഗാഡ്രോ ലോ അനുസരിച്ച്, അവോഗാഡ്രോസ് ലോ ഓൾറെഡി നമ്മൾ കണ്ടാണ്. അവോഗാഡ്രോ ലോ അനുസരിച്ച് നമുക്കറിയാം ഈക്വൽ വോളിയം, എല്ലാ ഗ്യാസസ് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ, ഗ്യാസസ് ഈക്വൽ വോളിയത്തിലാണെങ്കിൽ അതിന് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെയായിരിക്കും ഉണ്ടാവുക. So by Avogadro's law, it will have same number of molecules. ആ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഇസ് 6.022 ഇൻറ്റു 10⁻23. ദാറ്റ് ഇസ് any number of molecules കാണും, because they are at the
because they are at the same temperature and pressure and have equal volume. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക, is the root mean square speed of the molecule the same in the three cases? root mean square speed സെയിം ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് VRMSന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3kBT/m എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ അറിയാം. ഓക്കെ, അപ്പം ഈ 3യും KB എന്ന് പറയുന്നത്, അത് 3യും ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റും എല്ലാ ഗ്യാസസിനും സെയിം ആണ്. പക്ഷെ ടെമ്പറേച്ചർ 3യും KBയും കോൺസ്റ്റന്റ് ആണ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇവിടെ വേരി ചെയ്യുന്നത് m ആണ്. അത് മാസ്, ഗ്യാസസിന്റെ മാസ് ഡിഫറെന്റ് ആണ്. സോ VRMS is inversely proportional to 1/m √1/m. അതിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം മാസസിനനുസരിച്ച് VRMS മാറും. സോ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഈസ് നോട്ട് ദ സെയിം. ഓക്കെ, VRMS ഈസ് നോട്ട് ദ സെയിം ഇൻ ഓൾ ത്രീ ഗ്യാസസ്. അതിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്, VRMS ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m അനുസരിച്ച് വേരി ചെയ്യും. അപ്പം ഏത് ഗ്യാസ് ആണോ അതിൻ്റെ അകത്ത് ലൈറ്റസ്റ്റ് മാസ് ഉള്ളത് അതിനായിരിക്കും VRMS കൂടുതൽ ഉണ്ടാവുക. നമുക്കറിയാം നിയോൺ ആണ് അതിൻ്റെ അകത്ത്, ഈ 3 നിയോൺ, ക്ലോറിൻ, യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് മാസ് ഉള്ളത് നിയോണിനാണ്. സോ നിയോൺ will have the largest root mean square. Okay, neon will have the largest VRMS as it is the latest gas. അതാണ് latest gas. അതുകൊണ്ട് അതിനായിരിക്കും കൂടുതൽ RMS സ്പീഡ് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. At what temperature is the root mean square speed of an atom in an argon gas cylinder equal to the RMS speed of helium gas atom at -20 degrees Celsius? അത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും ആർഗൺ ഗ്യാസിന്റെ RMS സ്പീഡ് -20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഹീലിയം ഗ്യാസിന്റെ RMS സ്പീഡുമായിട്ട് ഈക്വൽ ആവുന്നത്? ഈ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് ഓഫ് ആർഗണും അതുപോലെ ഹീലിയവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് RMS സ്പീഡ് ഓഫ് ആർഗണിനെ, RMS സ്പീഡ് ഓഫ് ആർഗണിനെ നമുക്ക് VRMS, V സബ്സ്ക്രിപ്റ്റ് RMS AR എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ √3kT/m. Okay, √3kBT/m, or you can have √3RT/m. Sorry, yeah, 3RT/m. One second. This is sorry, here this is √3RT/m. Okay, then √3kBT ആണ് ഇട്ടത്. It's not this one. It's √3RT/m ആണ് കേട്ടോ. √3RT/m. Okay, it's not KB, it's RT. √3RT/m. Okay, so √3RT/m. VRMS ആർഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആർഗണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ M1 കൊടുക്കുകയാണെങ്കിൽ √3, അല്ലെങ്കിൽ യു ക്യാൻ ഹാവ് ഹിയർ മാസ് ഓഫ് ആർഗൺ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, √3RT/m ഓഫ് ആർഗൺ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ RMS സ്പീഡ് ഓഫ് ഹീലിയത്തിന് VRMS ഹീലിയം എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് √3RT/, ഇപ്പൊ ഇതിനെ നമുക്ക് ഇത് നമുക്ക് 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ആർഗണിന്റെ എല്ലാം 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത് 3RT2/m2. അപ്പൊ ഇത് രണ്ടും സെയിം ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെയിം ആവുമ്പോൾ, അത് ഹീലിയം ഗ്യാസ് -20 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹീലിയം ഗ്യാസിന്റെ RMS സ്പീഡും ആർഗൺ ഗ്യാസിന്റെ RMS സ്പീഡും ഈക്വൽ ആവണമെങ്കിൽ ആർഗൺ ഗ്യാസ് ഏത് ടെമ്പറേച്ചറിൽ ഇരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് മീൻസ് √3RT1/m1 is equal to √3RT2/m2. നമുക്ക് ഇതിൻ്റെ അകത്ത് T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുവാണെങ്കിൽ, ഇഫ് യു സ്ക്വയർ ദിസ് 2 ടേംസ്, ഞാൻ സ്ക്വയർ ചെയ്യാണ്, ഇത് നമ്മൾ സെയിം ആക്കി സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? 3RT1/m1 is equal to 3RT2/m2. ഇതിൻ്റെ അകത്ത് ഈ 3R പോയി കഴിഞ്ഞാൽ, ഓക്കെ, 3R 3R രണ്ട് സൈഡിലും ക്യാൻസൽ ആയി. നമുക്ക് വേണ്ടത്
ആർഗൺ ഗ്യാസിന്റെ ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഇസ് T1 ആണ് വേണ്ടത്. T1 is equal to M1 by M2 into T2 അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് മാസ് ഓഫ് ആർഗൺ, M1 is the mass of argon, അത് തന്നിട്ടുണ്ട് 39.9 തന്നിട്ടുണ്ട്, 39.9. ആൻഡ് മാസ് ഓഫ് ഹീലിയം 4 തന്നിട്ടുണ്ട്. ആൻഡ് T2, the temperature of helium, helium means ഹീലിയത്തിന് ടെമ്പറേച്ചർ this T2 is -20 degrees Celsius ആണ്. അപ്പൊ ഇനി കെൽവിനിലേക്ക് ആക്കുമ്പോൾ -20 + 273, so it will be 253 Kelvin. Okay, so ആ 253 ഇവിടേക്ക് കൊടുക്കുന്നു. സോ ഇതിന്റെ ആൻസർ 2523.675 കെൽവിൻ വരും. അഥവാ നമുക്ക് ഇതിനെ 2.5 × 10³ കെൽവിൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Okay. So estimate the mean free path and collision frequency of nitrogen molecule in a cylinder containing nitrogen at 2 atm and temperature 17 degrees. It is 17 degrees Celsius. Okay, it is 17 degrees Celsius. Take the radius of nitrogen molecule to be roughly 1 angstrom. Compare the collision time with the time the molecule moves freely between two successive collisions. Molecular mass of nitrogen is this one. അപ്പൊ നൈട്രജൻ മോളിക്യൂളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ആങ്സ്ട്രോം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഈസ് 1 ആങ്സ്ട്രോം. റേഡിയസ് 1 ആങ്സ്ട്രോം ആകുമ്പോൾ നമുക്ക് ഡയമീറ്റർ എത്ര വരും? ഡയമീറ്റർ ഇസ് 2r. സോ ഡയമീറ്റർ ഇസ് 2 ആങ്സ്ട്രോം. ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് മീൻ ഫ്രീ പാത്തും കൊളീഷൻ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം കൊളീഷൻ ടൈമും സക്സസീവ് കൊളീഷൻസ്, രണ്ടടുപ്പിച്ചുള്ള കൊളീഷൻ ഇടയ്ക്കുള്ള സമയവും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ മോളിക്കുലർ മാസ് ഓഫ് നൈട്രജനും തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മീൻ ഫ്രീ പാത്ത് ആണ്. അപ്പം മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ എടുക്കുക. സോ മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ കൺസിഡറിങ് ദ റിലേറ്റീവ് വെലോസിറ്റി, ആവറേജ് റിലേറ്റീവ് വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോഴുള്ള മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ 1/√2n πd² ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് d ഉണ്ട്, പൈയുടെ വാല്യൂ ഉണ്ട്, റൂട്ട് ഉണ്ട്, n മാത്രം അറിയില്ല. n is the number density, that is number of molecules per unit volume, n/v. അപ്പോൾ that is n. ആൻഡ് നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nKT. സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വേണ്ടത് n/v ആണ്. സോ n/v means that is P/kT. ഓക്കെ, അപ്പം ഈ എന്നിന് പകരം നമുക്ക് P/kT കൊടുക്കാം. n/v is P/kT. therefore mean free pathന് നമുക്ക് 1/√2 P/kT πd². ഈ KT മുകളിലേക്ക് പോകുമ്പോൾ it will be like KT/√2 P/d². സോ ഇതിന്റെ കെയുടെ വാല്യൂ നമുക്കറിയാം 1.38 × 10⁻⁻23. ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 17 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. 17 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ കെൽവിനിലേക്ക് ആക്കാൻ +273 ചെയ്യുമ്പോൾ you will get 290 കെൽവിൻ. സോ നമുക്ക് 290 കെൽവിൻ ഉണ്ട്, ഡിവൈഡ് ബൈ √2 ഇൻറ്റു √2യുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. ആൻഡ് പ്രഷർ തന്നിട്ടുണ്ട് 2 atm എന്ന് പറഞ്ഞ പ്രഷർ ഓൾറെഡി തന്നിട്ടുണ്ട്. പ്രഷർ ഇസ് 2 atm. അപ്പൊ നമുക്ക് പാസ്കൽ ആക്കാൻ 2 × 1.013 × 10⁻5 പാസ്കൽസ് എന്ന് എഴുതാം. സോ ഇവിടെ 2 × 1.013 × 10⁻5 പാസ്കൽസ് ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു d എന്ന് പറയുന്നത് 2 ആങ്സ്ട്രോം. സോ 2 × 10⁻−10 the whole square. സോ ഇതെന്ന് പറയുന്നത് 1.11 × 10⁻−7 മീറ്റർ. ഇതാണ് മീൻ ഫ്രീ പാത്ത്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് കൊലീഷൻ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് എ കൊലീഷൻ ഫ്രീക്വൻസി? അപ്പൊ കൊലീഷൻ ഫ്രീക്വൻസിയുടെ അടുത്ത കൊലീഷൻ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൊലീഷൻ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കൊലീഷൻ ഫ്രീക്വൻസി, ഓക്കെ, കൊലീഷൻ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് n/d² √2 × ആവറേജ് വെലോസിറ്റി ആണ്. ഓക്കെ, വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ സ്ക്വയർ സ്പീഡ്, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് കാണണം. അപ്പൊ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന് ദിസ് ഇസ്
റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഇസ് VRMS is equal to നമുക്കറിയാം 3RT/m ആണ്. 3RT/m. ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ that is root 3 into R-ന്റെ വാല്യൂ 8.314 into T 290 divided by molecular mass of nitrogen എന്ന് പറയുന്നത് 28 grams ആണ്. സോ അതിനെ കിലോഗ്രാം ആക്കാൻ into 10⁻³ ഇത് ചെയ്യുമ്പോൾ 508.137 എന്ന് വരും. ഓക്കെ, so now we can find the collision frequency. Collision frequency is equal to എന്നിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞ പോലെ P/kT തന്നെ വീണ്ടും എടുക്കണം. N is equal to P/kT. ഇപ്പൊ P എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ P/kT ആയിട്ട് എടുക്കുക. സോ P/kT into 5d² √2 into average velocity. That means root mean square velocity. So ഇവിടെ 2 into P യുടെ വാല്യൂ 2 into 1.013 into 10⁻5 Pascal into 3.14 into 2 into 10⁻⁻10 the whole square √2 into 508.137 divided by 1.38 into 10⁻⁻23 into 290. ഇത് ചെയ്യുമ്പോൾ you will get 4.57 into 10⁻9 per second എന്ന് വരും. Okay, this is the collision frequency. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന കൊളീഷൻ ടൈമും ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസും കമ്പയർ ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കൊളീഷൻ ടൈം നോക്കാം. ഓക്കെ, കൊളീഷൻ ടൈം. അപ്പൊ കൊളീഷൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അറിയാം കൊളൈഡ് ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഈസ് കൊളൈഡിങ്. കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ആൻഡ് സ്പീഡാണ് നമ്മുടെ VRMS. സോ നമുക്ക് കൊളീഷൻ ടൈം, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. സോ നമുക്ക് ഇവിടെ ടൈം എന്ന് പറയുന്നത് കൊളീഷൻ ടൈം മീൻസ് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമീറ്റർ തന്നെയാണ്. സോ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ RMS വെലോസിറ്റി. സോ ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 into 10⁻⁻10 ആൻഡ് VRMS is 508.137. So ഇത് നമ്മൾ ചെയ്യുമ്പോൾ you will get it as 3.93 into 10⁻⁻13 seconds എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ കൊളീഷൻ ടൈം. ആൻഡ് ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ടോ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസ്, രണ്ട് സക്സസീവ് കൊളീഷൻസിന്റെ ഇടയ്ക്കുള്ള ടൈമാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ടോ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. അത് നമുക്കറിയാം, ഇസ് ഗിവൺ ബൈ 1/√2 n⁻v_d². ഇപ്പൊ വീണ്ടും ദറ്റ് ഈസ് 1/√2 n⁻v_d². അഥവാ നമ്മൾ കണ്ടുപിടിച്ചത് ഇതെന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ കൊളീഷൻ ഫ്രീക്വൻസി. സോ അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അഥവാ ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസ് മീൻസ് 1 കൊളീഷൻ ഫ്രീക്വൻസി. റേറ്റ് ഓഫ് കൊളീഷന്റെ ഇൻവേഴ്സ് ആണ് ടൗ. 1 കൊളീഷൻ ഫ്രീക്വൻസി. നമുക്ക് കൊളീഷൻ ഫ്രീക്വൻസി കിട്ടിയത് 4.57 into 10⁻9 ആയിരുന്നു കൊളീഷൻ ഫ്രീക്വൻസി. സോ അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആസ് 2.18 into 10⁻⁻10 seconds. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈം ബിറ്റ്വീൻ കൊളീഷൻസും കൊളീഷൻ ടൈമും കൂടി കമ്പയർ ചെയ്യാനാണ്. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റേഷ്യോ എടുക്കുക. ദാറ്റ് ഈസ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ടു കൊളീഷൻ ടൈം. കൊളീഷൻ ടൈമും രണ്ട് കൊളീഷന്റെ ഇടയ്ക്കുള്ള സമയം കൂടി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ 2.18 into 10⁻⁻10 ആണ്. ആൻഡ് കൊളീഷൻ ടൈം നമുക്ക് കിട്ടിയത് 3.93 into 10⁻⁻13 ആണ്. സോ 554.707 എന്നുള്ളത് കിട്ടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസ്, രണ്ട് കൊളീഷൻസ്, ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ നടക്കുന്ന ആ സമയം എന്ന് പറയുന്നത് 554 ടൈംസ് കൊളീഷൻ ടൈമാണ്. കൊളീഷൻ നടക്കുന്ന സമയത്തിനെക്കാട്ടും 580 ടൈംസ് ആണ്.
ഓക്കെ, അതിപ്പോ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഗ്യാസ് പൂർവാധികം സമയവും ഫ്രീലി മൂവ് ചെയ്യാണ്. ബിക്കോസ് ഒരു കൊളീഷൻ നടക്കണമെങ്കിൽ ഇത്രയും സമയം എടുക്കും. ഓക്കെ, സോ പൂർവാധികവും സമയം ഗ്യാസസ് ആർ ഫ്രീ ടു മൂവ്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാം. ഇനി അടുത്ത് നോക്കുക. From a certain apparatus, the diffusion rate of hydrogen has an average value of 28.7 centimeter cube per second. അത് ഹൈഡ്രജന്റെ ഡിഫ്യൂഷൻ റേറ്റ് ആണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ, അത് ഹൈഡ്രജൻ എത്രമാത്രം ഡിഫ്യൂസ് ചെയ്യും, പുറത്തേക്ക് അതിന്റെ മോളിക്യൂൾസ് പോകുന്നതിന്റെ ആ ഒരു റേറ്റ് ആണ്. നമുക്ക് R1 എന്ന് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗിവൺ as 28.7 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ അത് അത്രയും ട്രാവൽ ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ. Diffusion of another gas into the same condition is measured to an average rate of this much. Sorry. അപ്പം മറ്റൊരു ഗ്യാസിന്റെ ഡിഫ്യൂഷൻ റേറ്റ് ഇത്രയാണെന്നും കിട്ടി. ഓക്കെ, സോ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് അനദർ ഗ്യാസ്, ഏത് ഗ്യാസ് എന്ന് തന്നിട്ടില്ല, ആ ഗ്യാസിന്റെ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് 7.2 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഐഡന്റിഫൈ ദി ഗ്യാസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതാണ് ഈ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഹിന്റ് ആയിട്ട് തന്നിരിക്കുന്നത് യൂസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ, ദാറ്റ് ഇസ് R1/R2 is equal to root of M1/M2. ഓക്കെ, ഇത് ഗ്രഹാംസ് ലോ എന്ന് പറയുന്നതാണ്, നമ്മൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും. ദാറ്റ് ഇസ് R1, ഡിഫ്യൂഷൻ റേറ്റ് ഓഫ് ടു ഗ്യാസസ് ആണെങ്കിൽ R1/R2 ആണെങ്കിൽ ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു this it is equal to square root of M2/M1. Okay, that means ഈ ഡിഫ്യൂഷൻ റേറ്റും അതിന്റെ മാസും തമ്മിൽ ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ റിലേഷൻ ആണുള്ളത്. അതാണ് ഗ്രഹാംസ് ലോ തരുന്നത്. ഓക്കെ, where R1 and R2 are the diffusion rate, M1 and M2 അതിന്റെ molecular mass. The law is a simple consequence of kinetic theory. Okay, because masses കുറവുള്ളത് പെട്ടെന്ന് ഡിഫ്യൂസ്ഡ് ആവും, മാസ് കൂടുതലുള്ളത് പതുക്കെ ആയിരിക്കും ഇതിന്റെ ഡിഫ്യൂഷൻ വരിക. അതാണ് ഈ ഗ്രഹാംസ് ലോയുടെ സിദ്ധാന്തം. സോ ഇത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും M2 ഏതാണ്. ബിക്കോസ് ഫ്രം ഹിയർ എന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. പിന്നെ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ R1/R2 the whole square is equal to M2/M1 എന്ന് വരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് മാസ് ഓഫ് അനദർ ഗ്യാസ്, ദാറ്റ് ഇസ് M2 എന്ന് പറയുന്നത് R1/R2 the whole square into M1. ആൻഡ് R1 എന്ന് പറയുന്നത് 28.7, R2 എന്ന് പറയുന്നത് 7.2 the whole square into മാസ് ഓഫ് ദ ഫസ്റ്റ് ഗ്യാസ് എന്ന ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 32 grams. അപ്പൊ നമുക്കറിയാം 32 gram എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ. അപ്പം ആ ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, നമുക്ക് പറഞ്ഞ ആ ഗ്യാസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ഡെൻസിറ്റീസ് ഓഫ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ചില സോളിഡ്സിന്റെയും ചില ലിക്വിഡ്സിന്റെയും ഡെൻസിറ്റീസ് തന്നിരിക്കുകയാണ്. ഓക്കെ, കാർബൺ, ഗോൾഡ്, നൈട്രജൻ, ലിഥിയം, ഫ്ലൂറിന്റെ ഒക്കെ. ഓക്കെ, ആൻഡ് ഗിവ് റഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് സൈസ് ഓഫ് ദർ ആറ്റംസ്. അപ്പൊ അതിന്റെ ആറ്റത്തിന്റെ സൈസ് എത്രയാണെന്നുള്ളതിന്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് കൊടുക്കുക. അത് ജസ്റ്റ് ആറ്റത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ആറ്റത്തിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിന്റെ റേഡിയസ് ആണല്ലോ അതിന്റെ സൈസ്, റേഡിയസ് കണ്ടുപിടിച്ചാൽ മതി. അസ്യൂം, ഹിന്ദി പറഞ്ഞിരിക്കുന്നു, assume the atoms to be tightly packed in solid or liquid phase and use the known value of Avogadro number. You should, however, not take the actual numbers you obtain for various atomic sizes too literally. Because of the crudeness of the tight packing approximation, the result only indicate the atomic size and the range of few angstroms. Okay, അപ്പം നമുക്ക് കുറച്ച് എല്ലാം ഏകദേശം ഒരേ ലെവലിലുള്ള ആങ്സ്ട്രോം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എന്നാൽ ജസ്റ്റ് എന്താ പറയാ, അങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ. അപ്പം ജസ്റ്റ് ആ ഒരു ആറ്റമിക് സൈസ് നമുക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളത് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, വിൽ വർക്ക് ഔട്ട് ഇറ്റ്. സോ അതിന് മുന്നേ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആറ്റത്തിന്റെ സൈസ്, അത് റേഡിയസ് കണ്ടുപിടിക്കുക. അതാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ, മോളിക്കുലർ മാസും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, ആറ്റമിക് മാസും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വിവരത്തിന് ആറ്റമിക് മാസിനെ നമുക്ക് M0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത്
ഇപ്പം റോ ആണെന്നും എടുക്കുവാണെങ്കിൽ ആറ്റമിക് മാസിനെ നമുക്ക് എം എന്ന് എടുക്കുന്നുണ്ടായിരിക്കും. എമ്മും ഡെൻസിറ്റി റോ ആണെന്ന് എടുക്കുവാണെങ്കിൽ ഓരോ ആറ്റത്തിന്റെയും വോളിയം എന്ന് പറയുന്നതായിരിക്കും വോളിയം ഓഫ് ഈച്ച് ആറ്റം. ഓരോ ആറ്റത്തിന്റെയും വോളിയം എന്ന് പറയുന്നത് ആറ്റംസ് എന്ന സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഓരോ ആറ്റത്തിന്റെയും വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr3. ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് വോളിയത്തിന് എങ്ങനെ എഴുതാം? m/ρ എന്ന് എഴുതാം. വോളിയം എന്ന് പറയുന്നത് m/ρ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് വോളിയം ഓഫ് ഈച്ച് ആറ്റം എന്ന് പറയുന്നത് 4/3 πr3 ആണ്. സോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? സപ്പോസ് there are n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 4/3 πr3 ആയിരിക്കുമല്ലോ. സോ ആ വോളിയം ഈ വോളിയം തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ആ വോളിയം ഈ വോളിയം കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആ വോളിയം ഈ വോളിയം ഒബ്വിയസ്ലി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ ആസിഡ്സ് നമ്മളൊരു വസ്തുവിന്റെ ഡെൻസിറ്റി ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് നിന്ന് വോളിയം കണ്ടുപിടിക്കാം, ഈ രീതിയിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4/3 πr³ n ഇസ് ഈക്വൽ ടു m/ρ എന്ന് വരും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആറിനെ എന്തെടുക്കാൻ പറ്റും? r³ ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള സാധനത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഈ 4/3 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ 3/4 ആവും. പിന്നെ πr³ സോറി പൈയും എന്നും താഴെയും വരും. സോ πn. therefore r എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ സാധിക്കും. r is 3/4 m/√πn the whole power 1/3 എന്ന് വരും. ദിസ് ഇസ് ദ റേഡിയസ്. ഇനി നമുക്ക് ഓരോന്നും എടുക്കാം. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇക്വേഷൻ ഒന്നുകൂടെ കൂടി റീറൈറ്റ് ചെയ്യാം. r is equal to 3m/4πρn the whole power 1/3. അപ്പൊ ഓരോന്നിനെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫോർ കാർബൺ, ഇപ്പൊ കാർബൺ എടുക്കുവാണെങ്കിൽ അതിന്റെ മാസ് തന്നിട്ടുണ്ട് 12 grams, അതിന്റെ ഡെൻസിറ്റി 2.22 എന്ന് തന്നിട്ടുണ്ട്. 2.22 ഇൻറ്റു 10⁻3. ഇവിടെ ഓൾറെഡി പവർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു എല്ലാം ഇൻറ്റു ചെയ്യണം. ഇൻറ്റു 10³ kg/m³. അപ്പൊ നമുക്ക് കാർബണിനെ എടുക്കാം. അപ്പൊ ഫസ്റ്റ് വിൽ ടേക്ക് കാർബൺ. അപ്പൊ കാർബണിന്റെ മാസ് തന്നിരിക്കുന്നത് 12 grams ആണ്. അതിന് കിലോഗ്രാം ആക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ ഡെൻസിറ്റി തന്നിരിക്കുന്നത് 2.22 ഇൻറ്റു 10⁻3 kg/m³ എന്നാണ്. അപ്പൊ ആറിന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 12 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു 2.22 ഇൻറ്റു 10⁻3 ഇൻറ്റു ഇറ്റ് വിൽ കണ്ടെയ്ൻ ഈ ഒരു അറ്റോമിക് മാസ്, ഈ മോളിക്കുലർ മാസസിൽ അതിനുണ്ടാവുന്ന നമ്പർ ഓഫ് മോളിക്കൂൾ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കൂൾ ആണ്. സോ 6.022 ഇൻറ്റു 10⁻23 the whole power 1/3. സോ ഇത് 1.29 ഇൻറ്റു 10⁻−10 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 1.29. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോന്നും ഈ ഫോർമുല വെച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റേഡിയസ് എന്ന് പറയുന്നത് നോക്കാം. നമുക്ക് കാർബണിന് കിട്ടുന്നത് 1.29 ആങ്സ്ട്രം ആണ്. ആൻഡ് ഇവിടെ ഗോൾഡിന് കിട്ടുന്നത് 1.59 ആങ്സ്ട്രം ആണ്. ലിക്വിഡ് നൈട്രജന് 1.77 ആങ്സ്ട്രം കിട്ടും. ആൻഡ് ലിഥിയത്തിന് 1.73 ആങ്സ്ട്രം. ആൻഡ് ഫ്ലൂറിൻ, ലിക്വിഡ് ഫ്ലൂറിന് 1.88 ആങ്സ്ട്രം ആയിരിക്കും റേഡിയസ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇത്രയും പ്രോബ്ലംസ് എന്നുണ്ടായിരുന്നു. നമുക്കിനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം, ഓസിലേഷൻസ്. സോ താങ്ക് യു.